നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചേർപ്പ് ചെറുജേനം മഹലിൽ നദ് റസൂൽ നബിദിന ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. ചെറുജേനം മഹല്ല് കമ്മിറ്റിയും നബിദിന സ്വാഗത സംഘവും ചേർന്നാണ് നബിദിന ആഘോഷം ഒരുക്കിയത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ വയോജനങ്ങൾക്ക് ഓണപ്പുടവ സമ്മാനിച്ച് വാർഡ് മെമ്പർ. 13-ാം വാർഡ് മെമ്പർ കൃഷ്ണപ്രിയ ശ്രീജിത്താണ് വയോജനങ്ങൾക്ക് ഓണപ്പുടവ സമ്മാനിച്ചത്. വല്ലച്ചിറ പ്രിയദർശിനി അങ്കണവാടിയിൽ വയോജനങ്ങളുടെ ഒത്തുചേരലോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. പൂക്കള മത്സരം, തിരുവാതിരക്കളി, ഓണപ്പാട്ടുകൾ തുടങ്ങിയ മത്സരങ്ങളോടെയാണ് ഓണാഘോഷം ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ചെറുജേനം മഹലിൽ നദ് റസൂൽ നബിദിന ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. ചെറുജേനം മഹല്ല് കമ്മിറ്റിയും നബിദിന സ്വാഗത സംഘവും ചേർന്നാണ് നബിദിന ആഘോഷം ഒരുക്കിയത്. മഹല്ല് പ്രസിഡന്റ് കെ അബ്ദുൽ സലാം പതാക ഉയർത്തിയതോടെ നബിദിന ആഘോഷത്തിന് തുടക്കമായി. തുടർന്ന് നടന്ന സന്ദേശയാത്ര ശ്രദ്ധേയവും വർണ്ണാഭവുമായി. മദ്രസ വിദ്യാർത്ഥികളുടെ സ്കൗട്ട് സന്ദേശയാത്രയ്ക്ക് അകമ്പടിയേകി. കുട്ടികളുടെ ഫ്ലവർ ഷോ, അറവനമുട്ട, പൂർവ്വ വിദ്യാർത്ഥികളുടെ മെഗാദഫ് എന്നിവ നബിദിന റാലിയെ ആകർഷകമാക്കി. പ്രവാചക സ്നേഹം തുളുമ്പുന്ന നബി കീർത്തനങ്ങളോടെ നൂറുകണക്കിന് വിശ്വാസികൾ റാലിയിൽ അണിനിരന്നു. മഹലിലെ വിവിധ പ്രദേശങ്ങൾ പിന്നിട്ട സന്ദേശയാത്ര ചേർപ്പ് ചെറുജേനം ജുമാ മസ്ജിദിൽ സമാപിച്ചു. മഹല്ല് ഭാരവാഹികളും സ്വാഗത സംഘം പ്രവർത്തകരും നബിദിന ആഘോഷത്തിന് നേതൃത്വം നൽകി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ വയോജനങ്ങൾക്ക് ഓണപ്പുടവ സമ്മാനിച്ച വാർഡ് മെമ്പർ. 13-ാം വാർഡ് മെമ്പർ കൃഷ്ണപ്രിയ ശ്രീജിത്താണ് വയോജനങ്ങൾക്ക് ഓണപ്പുടവ സമ്മാനിച്ചത്. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഓണപ്പുടവ സമർപ്പണം ഉദ്ഘാടനം ചെയ്തു. മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രദേശത്തെ എല്ലാമായി മാറാൻ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കേണ്ട കാര്യങ്ങളില്ല. ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ, ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിനകത്ത് വലിയ സ്ഥാനം നേടിയെടുക്കാവുന്ന രീതിയിലുള്ള സവിശേഷമായ പ്രവർത്തന ശൈലി ഉണ്ടാകും. ഒരാളുടെ മനസ്സിൽ ഒരാൾക്കൊരു ഇടം കിട്ടുമ്പോഴാണ് മറ്റെന്തിനേക്കാൾ കൂടുതൽ ആദരവ് നമുക്ക് ലഭിക്കും. ഒട്ടേറെ പദവികളിലേക്ക്, സ്ഥാനങ്ങളിലേക്ക് നമ്മുടെയൊക്കെ സഹപ്രവർത്തകന്മാർ കടന്നുവരും. പക്ഷെ ആ സ്ഥാനത്തേക്കാൾ, ആ പദവികളേക്കാൾ വലിപ്പമുണ്ട് ഒരാളുടെ മനസ്സിൽ മറ്റൊരാൾക്ക് ഇടം കിട്ടും. എൻ്റെ മനസ്സിൽ ശ്രീജീവന് ഞാനൊരു കസേര കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ശ്രീജീവൻ്റെ പ്രവർത്തനത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ ഈ പ്രദേശത്തെ അമ്മമാർ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിനകത്ത് വലിയ സ്ഥാനം നേടി. എങ്ങനെ സ്ഥാനം നേടി? വലിയ പ്രവർത്തനം നടത്തി സ്ഥാനം നേടി. ഒരു വാർഡ് മെമ്പർ എന്ന തലത്തിൽ മാത്രമല്ല, എല്ലാ തലങ്ങളിലും ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയ നമ്മുടെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട ശ്രീജുവിൻ്റെ സഹധർമ്മിണിയാണ് ഇപ്പോഴത്തെ മെമ്പർ കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയയുടെ പ്രവർത്തനത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. വാർഡ് മെമ്പർ കൃഷ്ണപ്രിയ ശ്രീജിത്ത് അധ്യക്ഷയായി. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സി പ്രമോദ് മുഖ്യാതിഥിയായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BI ജോൺസൺ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുകന്യ ജിനീഷ്, CR ബാലകൃഷ്ണൻ, CK പങ്കജം, PG സുരേന്ദ്രനാഥ്, NB ശ്രീജിത്ത് എന്നിവർ ഓണാശംസ നേർന്നു. ഈ വർഷം ശ്രീജിത്തിന്റെ ഭാര്യയാണ് മെമ്പർ. അപ്പോൾ എന്തായാലും നമ്മുടെ പതിവ് തെറ്റിക്കാതെ ഈ പ്രാവശ്യവും അവൻ ഓണസമ്മാനം തരാനുള്ള ഒരു മുൻകൈ എടുത്തു. അതിന് പ്രത്യേകമായിട്ട് ഞാൻ ശ്രീജിത്തിനെയും കൃഷ്ണപ്രിയനെയും അഭിനന്ദനം പറയുകയാണ്. ഇനിയും വരും വർഷങ്ങളിലും ഇത് തുടരാനുള്ള ദൈവാനുഗ്രഹം അവർക്ക് ഉണ്ടാകട്ടെ. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സഹകരണം കൃഷ്ണപ്രിയയ്ക്ക് ഉണ്ടാവണം. ഇപ്പോഴും കൃഷ്ണപ്രിയയുടെ കാര്യത്തിൽ, നിങ്ങൾ ഏത് കാര്യത്തിലും കൃഷ്ണപ്രിയ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എന്തായാലും നമ്മുടെ ഓണം ഇന്ന് ഉത്രാടമായി, നാളെ തിരുവോണമാണ്.
അപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ തിരക്കുള്ള സമയമാണ് ഇപ്പോൾ. എങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ വിളിച്ചപ്പോൾ എത്തിച്ചേർന്നതിന് പ്രത്യേകം നന്ദി പറയാണ്. വല്ലച്ചിറ പ്രിയദർശിനി അംഗനവാടിയിൽ വയോജനങ്ങളുടെ ഒത്തുചേരലോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. പൂക്കള മത്സരം, തിരുവാതിരക്കളി, ഓണപ്പാട്ടുകൾ തുടങ്ങിയ മത്സരങ്ങളോടെയാണ് ഓണാഘോഷം ഒരുക്കിയത്. ഓണാഘോഷത്തിന്റെ സമാപന സമ്മേളനം വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സരസിജ ടീച്ചർ അധ്യക്ഷയായി. ഓണാഘോഷ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം വാർഡ് മെമ്പർ നിർവഹിച്ചു. സുധാ നമ്പ്യാർ, സൂപ്പർവൈസർ ഗീത, ലതാ ബാലകൃഷ്ണൻ, സജിത ടീച്ചർ, KV വിജയൻ, ശ്യാമള രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഓണാശംസ നേർന്നു. മതസാഹോദര്യത്തിന് മാതൃകയുമായി ചേർപ്പ് ചെറുചേനം മഹല്ല് കമ്മിറ്റി. ചേർപ്പ് ഭഗവതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് ആദരം സമർപ്പിച്ചാണ് മഹല്ല് കമ്മിറ്റി മാതൃകയായത്. ചെറുചേനം മഹല്ല് കമ്മിറ്റി മനുഷ്യ സൗഹാർദ്ദത്തിന്റെ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിക്കുകയാണ് ചേർപ്പ് ഭഗവതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനുള്ള ആദരവിലൂടെ. വർഷം തോറും നബിദിന റാലിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ചേർപ്പ് ഭഗവതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നൽകാറുള്ളത്. ഇതടക്കം ക്ലബിന്റെ പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് ചേർപ്പ് ചെറുചേനം മഹല്ല് കമ്മിറ്റിയും നബിദിന സ്വാഗത സംഘവും ചേർന്ന് ഹൃദയപൂർവ്വം ആദരവ് സമർപ്പിച്ചത്. നബിദിന സന്ദേശയാത്രയ്ക്ക് നൽകുന്ന സ്വീകരണത്തിലൂടെ നാടിന്റെ മതമൈത്രിയെ വളർത്തുവാനുള്ള ഇടപെടലാണ് ചേർപ്പ് ഭഗവതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്നതെന്ന് മഹല്ല് കമ്മിറ്റി പറഞ്ഞു. CS അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ വിജയോത്സവവും ഓണാഘോഷവും വർണ്ണാഭമായി. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു ആഘോഷം. മനോഹരമായ പൂക്കളങ്ങളാലും കലാപരിപാടികളാലും വർണ്ണാഭമായി CS അക്കാദമിയുടെ വിജയോത്സവവും ഓണാഘോഷവും. ബിഗ് ബോസ് താരം TA അനീഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഓണാഘോഷവും വിജയോത്സവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചു. വിജയോത്സവത്തിന്റെ ഭാഗമായുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കുട്ടികളടക്കം നിരവധി പേരാണ് CS അക്കാദമി സംഘടിപ്പിച്ച വിജയോത്സവത്തിലും ഓണാഘോഷത്തിലും പങ്കെടുത്തത്. നിർധനർക്ക് ഓണക്കിറ്റുകൾ സമ്മാനിച്ച ചേർപ്പ് നവരശ്മി ബാലജന സഖ്യം. സഖ്യത്തിന്റെ നേതൃത്വത്തിൽ അരിയും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും ഉൾപ്പെടുന്ന ഓണക്കിറ്റുകളാണ് നൽകിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. KB പ്രമോദ് അധ്യക്ഷനായി. KL ആന്റണി, പ്രസാദ് കിഴക്കൂട്ട, PK ഉണ്ണികൃഷ്ണൻ, ജോസഫ് ആന്റണി എന്നിവർ സംസാരിച്ചു. ഉത്രാട ദിനത്തിൽ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർക്ക് ഓണമധുരമായി പാലട പ്രഥമൻ വിതരണം. ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷനാണ് യാത്രക്കാർക്ക് പാലട പായസം വിളമ്പിയത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഉത്രാട ദിനമായ ചൊവ്വാഴ്ച രാവിലെ എത്തിയ യാത്രക്കാർക്കാണ് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഓണാഘോഷ മധുരമായി പാലട പ്രഥമൻ പായസം വിതരണം ചെയ്തത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് KK അനന്തലക്ഷ്മി പായസ വിതരണം ഉദ്ഘാടനം ചെയ്തു. ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PR വിജയകുമാർ അധ്യക്ഷനായി. സ്റ്റേഷൻ മാസ്റ്റർ രാധിക കൃഷ്ണൻ, സെക്ഷൻ എഞ്ചിനീയർ രാധിക, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഹിമ മോഹൻ, സെക്രട്ടറി അരുൺ ലോഹിതാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി MB മനു, ട്രഷറർ V വിജിൻ വേണു, A രാകേഷ്, സൈജൻ ആന്റണി, സമീര സെന്റ് ജോൺ എന്നിവർ പായസ വിതരണത്തിന് നേതൃത്വം നൽകി. ഒല്ലൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 25 മുതൽ ഒക്ടോബർ 20 വരെ എല്ലാ ചൊവ്വാഴ്ചകളിലും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും. ഒല്ലൂർ പള്ളിയിലെ വിശുദ്ധ റാഫേൽ മാലാഖയുടെ തിരുനാളിന്റെ ഭാഗമായുള്ളതാണ് ക്യാമ്പെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഒല്ലൂർ ലയൺസ് ഹാളിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുക. ലയൺസ് മുൻ ഗവർണർ ജെയിംസ് വളപ്പില ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ഒല്ലൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് CK ഷാജി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ഒല്ലൂർ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ അനുഗ്രഹ സന്ദേശം നൽകും. ജനറൽ മെഡിസിൻ, നേത്രവിഭാഗം, ഡെന്റൽ, ചെവി, ആയുർവേദം, ഹോമിയോ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരിശോധനയും ചികിത്സയും ക്യാമ്പിൽ ലഭ്യമാകും.
പ്രമുഖ ആശുപത്രികളുടെ സഹകരണത്തോടെ വിദഗ്ധ ഡോക്ടർമാരാണ് ക്യാമ്പ് നയിക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് CK ഷാജി, സെക്രട്ടറി MJ തോമസ്, ജനറൽ കൺവീനർ ബിജു പുറത്തൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ MJ ജോഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഒല്ലൂർ ക്ലബ്ബ് കഴിഞ്ഞ 6 വർഷമായിട്ട് വളരെ നന്നായി നടത്തി വരുന്ന ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് നമ്മൾ നാളെ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പരിസര നിവാസികൾക്ക്, പാവപ്പെട്ട ആളുകൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് ഈ ക്യാമ്പ് നടന്നു പോകുന്നത്. അതിൽ കണ്ണ്, ചെവി, പല്ല്, ആയുർവേദം, ഹോമിയോ, അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ജനറൽ മെഡിസിൻ്റെ ഡോക്ടർ ഉണ്ടായിരിക്കും. പിന്നെ വിവിധ തരത്തിലുള്ള മെഡിക്കൽ രക്തപരിശോധനകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു സഹായ സഹകരണം തീർച്ചയായിട്ടും വേണം. നമ്മുടെ വിസ്തരപ്പാൻ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന 9 ചൊവ്വാഴ്ചകളിൽ രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 15,010 രൂപ, പവന് 1,20,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് ചെറുജേനം മഹലിൽ നബി റസൂൽ നബിദിന ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. ചെറുജേനം മഹല്ല് കമ്മിറ്റിയും നബിദിന സ്വാഗത സംഘവും ചേർന്നാണ് നബിദിന ആഘോഷം ഒരുക്കിയത്. ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ വയോജനങ്ങൾക്ക് ഓണപ്പുടവ സമ്മാനിച്ച് വാർഡ് മെമ്പർ. 13-ാം വാർഡ് മെമ്പർ കൃഷ്ണപ്രിയ ശ്രീജിത്താണ് വയോജനങ്ങൾക്ക് ഓണപ്പുടവ സമ്മാനിച്ചത്. വല്ലച്ചിറ പ്രിയദർശിനി അങ്കണവാടിയിൽ വയോജനങ്ങളുടെ ഒത്തുചേരലോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. പൂക്കള മത്സരം, തിരുവാതിരക്കളി, ഓണപ്പാട്ടുകൾ തുടങ്ങിയ മത്സരങ്ങളോടെയാണ് ഓണാഘോഷം ഒരുക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. 25 മുതൽ 29 വരെ മീഡിയ 4 ന്യൂസ് ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ മീഡിയ 4 പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.